ഹായ് ഫ്രണ്ട്സ്, മാങ്ങ കൊണ്ടൊരു അടിപൊളി വിഭവം ഉണ്ടാക്കിയാലോ? അതായത് മാങ്ങയും മാന്തൾ അഥവാ നങ്കിമീൻ, പച്ച നങ്കിമീൻ. അതുകൊണ്ട് ഒരു അടിപൊളി വിഭവം ഉണ്ടാക്കാം. കുറച്ച് മാങ്ങ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മുരിങ്ങക്കായ ഓപ്ഷനിലാണ്, തക്കാളി, അരിക്കാനുള്ള തേങ്ങ. ഒരു പാത്രത്തിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു വെച്ച് ചൂടാകാനായിട്ട് വയ്ക്കാം. അതിനിടയ്ക്ക് ആ തേങ്ങാ കഷ്ണങ്ങൾ നമുക്ക് അരിച്ചെടുക്കാം. അതിൽ വേറെ ഒന്നും ചേർക്കുന്നില്ല, തേങ്ങയും വെള്ളവും വെച്ച് അരിച്ചെടുക്കാം, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉലുവ ഇടാം. ഉലുവ ഇട്ട ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് തൊലി കളഞ്ഞ് മുറിച്ച് വെച്ചിരിക്കുന്ന മുരിങ്ങക്കായും മാങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കാം നന്നായിട്ട്. മാങ്ങയും മുരിങ്ങയും നല്ല കോമ്പിനേഷനാണ്. മുരിങ്ങക്കായ, അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം ആവശ്യത്തിന്. 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. ഒരു 1.5 സ്പൂണ് മുളക് പൊടി ചേർക്കണം, അതാണല്ലോ മെയിൻ. അത് കഴിഞ്ഞ് നന്നായി ഒന്ന് ഇളക്കുക കുറച്ച് നേരം. ആവശ്യത്തിന് വെള്ളം ചേർത്ത ശേഷം ഒന്ന് ഇളക്കി അതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് തിള വരുമ്പോൾ അതിലേക്ക് നമുക്ക് കറിവേപ്പില ഇടാം. അപ്പോൾ നമ്മുടെ തേങ്ങ അരച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കറിവേപ്പില അങ്ങോട്ട് ഇടുക, ജസ്റ്റ് ഒന്ന് ഇളക്കുക. തിളച്ചു എന്ന് തോന്നുമ്പോൾ നമ്മൾ മാന്തൾ മീൻ, നന്നായി ക്ലീനാക്കി വെച്ചിരിക്കുന്ന പച്ച മാന്തൾ മീൻ അതിലേക്ക് ആഡ് ചെയ്യാം. അത് കഴിഞ്ഞ് വേദനിക്കാത്ത രീതിയിൽ തൊട്ടും തൊടാമലും പട്ടും പടാമലും മെല്ലെ ഒന്ന് തിളയ്ക്കാൻ വിടുക. അത് കഴിഞ്ഞിട്ട് ഒന്ന് തിളച്ച് വന്ന് ശേഷമേ നമ്മൾ തേങ്ങ ഇടാൻ പോകുന്നുള്ളൂ. നന്നായി തിളച്ച് വറ്റി വന്ന ശേഷം നമുക്ക് അരച്ച് വച്ചിരിക്കുന്ന തേങ്ങ കൂടെ അതിൽ ചേർത്ത് മിക്സി ജാർ ഒലമ്പിയ വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് നൈസായിട്ട് ഇളക്കി കൊടുക്കാം. അമർത്തി ഇളക്കരുത്, മെല്ലെ പയ്യെ. ഇനിയിപ്പോൾ ചെറിയ തീയിൽ ചെറുതായി ഒന്ന് തിളച്ചോട്ട്. പൊട്ടുന്നരിയൊക്കെ വന്ന് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതായത് ഒരുപാട് വേദനിക്കാത്ത രീതിയിൽ പതിയെ ഇളക്കി കൊടുക്കാം മേലോടെ. അപ്പോൾ നമ്മുടെ മാന്തളും മാങ്ങയും റെഡി ആയിട്ടുണ്ട്. ഉപ്പ് നോക്കി പോരെങ്കിൽ കുറച്ച് ആഡ് ചെയ്യാം. വെള്ളമൊക്കെ ഒരുപാട് ഒഴിച്ചത് കൊണ്ട് ഉപ്പ് കുറച്ച് കുറവാണ്, ഞാൻ കുറച്ച് ആഡ് ചെയ്തു. മാങ്ങയും മാന്തളും കറി, ടേസ്റ്റിയായ രുചികരമായ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ട്രൈ ചെയ്ത് സക്സസ് ആയാലും ഇല്ലെങ്കിലും കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് അടിക്കുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.